ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ സ്കൂളൊക്കെ ഓപ്പൺ ആയപ്പോൾ എന്താ കുട്ടികൾക്ക് നമുക്ക് ഫുഡൊക്കെ കൊടുത്തു വിടണ്ടേ. അപ്പോൾ എല്ലാവരും നല്ല തിരക്കിലായിരിക്കും രാവിലെയൊക്കെ. അപ്പോൾ ഇവിടെ ഞങ്ങളും ഞാനും രാവിലെ എഴുന്നേറ്റ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ സാധാരണ അവർ നമ്മുടെ ലഞ്ചിന് നമ്മുടെ ചോറും പിന്നെ അല്ലാണ്ട് എന്തെങ്കിലും മെഴുക്കുവരട്ടിയോ മുട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞു എന്തെങ്കിലും ഒന്ന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒരു റൈസ് വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ കടയിലൊക്കെ പോയപ്പോൾ നമ്മൾ നമ്മുടെ റൈസ് ഉണ്ടല്ലോ, ബിരിയാണി റൈസ് എന്ന് വെച്ചാൽ നമ്മുടെ പൊന്നിയരി എന്നൊക്കെ പറയത്തില്ലേ, അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഞാൻ വിചാരിച്ചു അവർക്ക് കുറച്ച് എഗ് റൈസ് വെച്ച് കൊടുക്കാമെന്ന്. അപ്പം അത് വളരെ സിമ്പിളാണല്ലോ, പെട്ടെന്ന് കാര്യം നടക്കുകയും ചെയ്യും. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പൊതുവേ എഗ് റൈസും ഇങ്ങനെയുള്ള റൈസുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ടൊമാറ്റോ റൈസ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ ലെമൺ റൈസ് അങ്ങനെയൊക്കെയുള്ള റൈസുകൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ എന്തെങ്കിലും വെറൈറ്റിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ലഞ്ച് നമ്മളിത് എന്തായാലും എഗ് റൈസ് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ കുറച്ച് മുട്ടയൊക്കെ അധികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് തീർക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് കൂടി അങ്ങനെ എല്ലാ കുട്ടികൾക്ക് രാവിലെ നമ്മൾ കൊടുക്കും. പിന്നെ അല്ലാണ്ട് അതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ്, അതിന് മുന്നേ തന്നെ അമ്മ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ എഴുന്നേറ്റ് ഇന്ന് ചോറൊന്നും വെക്കാത്തതുകൊണ്ട് തന്നെ രാവിലെ അതിന് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉച്ചക്കത്തേക്ക് നമുക്കിനി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ രാവിലെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വെക്കാമെന്ന് വെച്ചു. പിന്നെ രാവിലെ എണീച്ച് അമ്മ ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. ചായയൊക്കെ ഇട്ടു, പിന്നെ നമ്മൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ചു. അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനൊരു 6 മണി 6:30 ആയപ്പോഴാണ് കേട്ടോ എഴുന്നേറ്റത്. അപ്പോൾ കുട്ടികൾക്ക് 9 മണിക്കാണ് നമുക്ക് ഇവിടുന്ന് സ്കൂളിൽ പോകേണ്ടത്. അപ്പോൾ ഞാനാണ് കേട്ടോ കൊണ്ടാക്കണത് കേട്ടോ. നമുക്ക് വീട്ടിൽ നിന്ന് കുറച്ചൊരു 10 മിനിറ്റ് നടന്നാൽ മതിയാവും. കുട്ടികളുടെ സ്കൂള് അടുത്ത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഞാനാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ പിന്നെ രാവിലത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആവണമല്ലോ. പിന്നെ ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് കുട്ടികളെ വിളിച്ചെഴുന്നേൽപ്പിക്കണം, അവരെ കുളിപ്പിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് രാവിലെ ഒരു 6:30 ആയപ്പോൾ എഴുന്നേറ്റു. അല്ലെങ്കിൽ ഞാനൊരു സാധാരണ 7 മണിയൊക്കെ ആകുമ്പോഴാണ് എഴുന്നേൽക്കുക. പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ അമ്മയാണെങ്കിൽ അതുപോലെ നമ്മുടെ ഏത്തപ്പഴവും പിന്നെ കപ്പലണ്ടിയും അങ്ങനെ കുറച്ച് ഡേറ്റ്സും കൂടി ഇട്ടിട്ട് കുറച്ച് പാലും ഒഴിച്ചിട്ട് ഒരു ഇതുണ്ടാക്കും കേട്ടോ രാവിലെ. അപ്പോൾ അത് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ, എനിക്ക് അങ്ങനെ ഉണ്ടാക്കി തരുന്നതാണ്. അപ്പോൾ ഞാനും അമ്മയും കൂടെ അത് കുറേശ്ശെ കുടിച്ചു. അത് കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതിന് മുന്നേ തന്നെ അരി അടപ്പിലിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഏകദേശം ഒരു 1.5 ഗ്ലാസോളം അരി ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് കുട്ടികൾക്ക് കൊടുത്ത് വിട്ടിട്ട് നമുക്കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതേ ഉള്ളൂ, രാവിലത്തേക്ക് മാത്രം. അപ്പോൾ രാവിലെ ദോശയും ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് രാവിലെ ദോശ കഴിക്കാൻ കൊടുത്ത് വിട്ടിട്ട് ലഞ്ചിന് നമ്മൾ ഈ റൈസാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ രാവിലെ റൈസ് കഴിക്കാമല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും റൈസ് കഴിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ശകലം കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ റൈസൊക്കെ വെന്ത് മാറ്റി വെച്ചിട്ട് റൈസിലേക്ക് നമ്മൾ മസാലകൾ ഇതുപോലെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അങ്ങനെ കുറച്ച് പെരുംജീരകം, അങ്ങനെ കുറച്ച് മസാലയൊക്കെ ഇട്ട് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ റൈസ് ഇട്ട് കൊടുത്തു. അപ്പോൾ അതൊന്ന് വേവാൻ വലിയ താമസമൊന്നുമില്ല കേട്ടോ. ഒരു 20 മിനിറ്റ് കൊണ്ടൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അത് വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് വെജിറ്റബിൾസ് കൊടുക്കാൻ പറ്റും കേട്ടോ. അല്ലാണ്ട് നമ്മൾ സാമ്പാറോ അല്ലെങ്കിൽ തീയലോ അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നെല്ലാം വെജിറ്റബിൾസ് മാറ്റി വെക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ നൂഡിൽസ് അതുപോലെ ഇങ്ങനെ എന്തെങ്കിലും റൈസുകൾ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നമുക്കതിലേക്ക് കൂടുതൽ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾ അറിയാണ്ട് അങ്ങ് കഴിച്ചോളും. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റും അതുപോലെ തന്നെ കുറച്ച് ക്യാബേജ്, ഓണിയൻ, കുറച്ച് രണ്ട് എടുത്തില്ല കേട്ടോ, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ബീൻസ് എടുത്തിട്ടുണ്ട്. ബീൻസ് എടുത്തു. പിന്നെ ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, നമ്മളതെടുത്തില്ല. കാരണം ഇളയവൻ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമാവില്ല കേട്ടോ. പിന്നെ അതുകൊണ്ട് നമ്മളതെടുത്തില്ല. പിന്നെ ഇത്രയും എല്ലാം കൂടെ നന്നായിട്ട് ഓയിലിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരുപാട് ഡീപ്പായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണ്ട. അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യണം. അത് വളരെ കുറച്ച് കേട്ടോ. കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ഒരല്പം മാത്രം കേട്ടോ. പിന്നെ നമുക്ക് വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പ്, പിന്നെ ഗരം മസാല, ഇത്രയും പൊടികളാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതും എല്ലാം ഇട്ട് നമ്മുടെ വെന്ത് വെച്ചിരുന്ന റൈസും ഇട്ട് നമ്മൾ ചോറ് മുട്ട, മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് മുട്ട. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ വഴറ്റി കഴിഞ്ഞിട്ട്
അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണം കേട്ടോ. നമ്മൾ ഒരു എന്താ പറയുക, സ്ക്രാമ്പിൾ ചെയ്തെടുക്കില്ല, നമ്മൾ ചെറുതായിട്ടൊന്ന് ചിക്കി എടുത്ത് കൊടുക്കണം. അപ്പോൾ ഒരുപാടങ്ങ് വലിയ വലിയ പീസസ് ആവുകയും ചെയ്യരുത്, ഒരുപാടങ്ങ് തരി ആവുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് ഒരു 2 സെക്കൻഡ് ഒരു 3 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്കത് ചിക്കി എടുക്കാൻ കഴിയുമേ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ലാസ്റ്റ് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസ് മാറ്റി വെച്ചിട്ട് വേണം, സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പനപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ജീരകപ്പൊടിയും കൂടി ഇടണം കേട്ടോ, നമ്മുടെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇടണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ റൈസ് തട്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ എഗ് റൈസ് റെഡിയായി, നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ കൗണ്ടർ ടോപ്പും നമ്മുടെ ഗ്യാസ് സ്റ്റവും ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടോ. കാരണം നമ്മൾ മുട്ടയൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അത് എന്താ പറയുക, നമ്മുടെ കുറച്ച് ഇതൊക്കെ ഇട്ട് നമ്മളൊന്ന് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളുടെ അവിടെ ആണെങ്കിലുണ്ടല്ലോ മോട്ടർ കംപ്ലൈൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ വെള്ളം കോരിയാണ് ഉപയോഗിക്കുന്നത് ഇപ്പം. അതുകൊണ്ട് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എല്ലാത്തിനും നമ്മൾ വെള്ളം കോരി എടുക്കാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെയൊക്കെയാണ് കേട്ടോ ബുദ്ധിമുട്ട്. കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകുന്ന ടൈമിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ എഗ് റൈസ് നമ്മൾ അവരുടെ കുട്ടികൾക്കുള്ള ലഞ്ച് മാറ്റി വെച്ചിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൂടി ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഞാൻ നെയ് റോസ്റ്റ് പോലെ നമ്മൾ ദോശയൊന്ന് വളരെ തിന്നായിട്ട് പരത്തി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് അങ്ങനെയാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ നമുക്ക് കറി ഗ്രീൻ പീസ് കറി ഉണ്ട്. അതുകൊണ്ട് പിന്നെന്താ, നമ്മുടെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി അവരുടെ ലഞ്ച് പാക്കിംഗ് ആണ്. നമ്മൾ അവരുടെ ടെക്സ്റ്റും ബുക്കും ഒക്കെ തലേന്ന് രാത്രി തന്നെ ഹോംവർക്കും അതുപോലെ തന്നെ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ തലേന്ന് രാത്രി തന്നെ നമ്മൾ ബാഗിനകത്തെല്ലാം എടുത്ത് വെക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെന്താ രാവിലെ നമ്മളിതുപോലെ ലഞ്ചൊക്കെ ഉണ്ടാക്കി അതൊന്ന് എല്ലാം സെറ്റ് ചെയ്ത് അവരുടെ പാത്രങ്ങളിലാക്കി വെക്കണം. അപ്പോൾ 2 പേർക്ക് വാങ്ങിച്ചിട്ട് നമ്മുടെ ലഞ്ച് ബോക്സ് ആണ് കേട്ടോ. അപ്പം നല്ല സ്പേസ് ഉണ്ട് ഇതിൽ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി അവർക്ക് അതിലേക്ക് നമുക്ക് ലഞ്ച് കൊള്ളൂ കേട്ടോ. അപ്പോൾ വലിയവർക്കാണെങ്കിലും എനിക്ക് തോന്നുന്നു ഏകദേശം ഈ ഒരു ലഞ്ച് ബോക്സ് നല്ല ഒരു ഇതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് കറിയൊക്കെ വെക്കാൻ വേറെ സെപ്പറേറ്റ് ഒരു ചെറിയൊരു റൗണ്ടിൽ പാത്രമുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പപ്പടം കാച്ചി വെച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ അച്ചാറും കൂടെ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് അവർക്ക് എന്തായാലും ഇത് തന്നെ ധാരാളമാണ്. പിന്നെന്താ, അപ്പോൾ ലച്ചു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലച്ചു എഴുന്നേറ്റപ്പോൾ അവൾക്കും കൂടെ ഞാനൊരു ചെറിയ പാത്രത്തിൽ കുറച്ച് റൈസും പിന്നെ പപ്പടം കണ്ടാൽ പിന്നെ അവൾക്ക് പപ്പടം മാത്രം മതി കേട്ടോ. പിന്നെ അങ്ങനെ പപ്പടവും കൂടെ ഞാൻ പൊടിച്ചിട്ട് കൊടുത്തു കേട്ടോ. അപ്പോഴത്തേക്ക് മക്കളെയൊക്കെ അതിനെ ഇടയ്ക്ക് വിളിച്ചെഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ, വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയാണെങ്കിൽ അവരെ കുളിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ഇനി അവർക്ക് ഡ്രസ്സ് ചെയ്ത് കൊടുക്കണം, അവർക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാനും കൂടി കഴിച്ചിട്ടാണ് ഇവരെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അല്ലെങ്കിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ലേറ്റ് ആവുമെന്ന് വെച്ചിട്ട് ഞാനും കൂടെ കഴിച്ചിട്ട് അങ്ങ് പോവും. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും ഇനി കഴിക്കണം. പിന്നെ അവരുടെ വാട്ടർ ബോട്ടിൽ നമ്മൾ വെള്ളമൊക്കെ ചൂട് വെള്ളമൊക്കെ നമ്മൾ നിറച്ചും എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ അതിൽ ലഞ്ച് ക്യാരിയറിൽ നമ്മുടെ ലഞ്ച് ബാഗിലേക്ക് ഇതൊക്കെ എടുത്ത് വെക്കണം. പിന്നെ സ്നാക്സ്, ഇവർക്ക് 2 പേർക്കും സ്നാക്സ് അതിന് വേണ്ടി ടൈമുണ്ട് കേട്ടോ. അപ്പോൾ സ്നാക്സ് നമ്മൾ കൊടുത്തു വിടണം. കുറച്ച് മിക്സർ കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നുമില്ല, സ്നാക്സ് കഴിക്കുന്ന ഒരുപാട് ക്വാണ്ടിറ്റി നമ്മൾ കൊടുത്തു വിട്ടാൽ അപ്പം ലഞ്ച് കഴിക്കുന്നത് പൊതുവേ കുറവായിരിക്കും. അതുകൊണ്ട് സ്നാക്സ് നമ്മൾ ആ ഒരു ടൈമിൽ കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് കൊടുത്തു വിടും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലഞ്ച് ബാഗിലേക്ക് നമ്മൾ ഈ നമ്മുടെ ലഞ്ച് ബോക്സൊക്കെ എടുത്ത് വെച്ചു, എല്ലാം റെഡിയാക്കി. ഇനി എല്ലാവരെയും ഒന്ന് അവർക്ക് ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം, അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അമ്മമാരുടെ തിരക്ക് പിടിച്ച രാവിലെകൾ തുടങ്ങി. ഇപ്പം എന്താ പറയുക, എല്ലാവരും ഓരോ എന്തൊക്കെയാണ് കുട്ടികൾക്ക് ലഞ്ച് കൊടുത്ത് വിടുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് വരുമ്പോഴത്തേക്ക് സ്നാക്സ് ഉണ്ടാക്കുക എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനിലാണ്. അപ്പം ഞാനും അതേ അവസ്ഥയിലാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക.